ദീപം 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 ദീപം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. 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 ദേവി നാരായണ സത്യദീപമായി വിളങ്ങും ശങ്കരി നമസ്തുതേ. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ അച്ഛനെ കാണാനില്ലല്ലോ. ഓ അതാണോ? അച്ഛൻ ഇപ്പൊ വരും ട്ടോ. അവിടെ കടയിൽ സാധനങ്ങൾ മേടിക്കുന്നോർത്ത് തിരക്കാ. പണി കഴിഞ്ഞ നേരത്തിനും കാലത്തിനും വീടെത്തില്ല. വീട്ടിലുള്ളവരൊക്കെ തീ തിന്നിട്ടായിരിക്കണെന്ന് വല്ല വിചാരമുണ്ടോ? എന്റെ അച്ഛനൊരാപത്തും വരുത്തല്ല ദൈവങ്ങളെ, കാത്തു രക്ഷിക്കണേ. എന്റെ അച്ഛൻ വേഗം പണി കഴിഞ്ഞു വരണേ. എന്റെ അച്ഛൻ വേഗം വരണേ. അമ്മോ നേരെ എത്ര ആയിച്ചിട്ടാ? ഉമ്മറത്തെ വിളക്ക് എടുത്തു വെച്ചോ നീ? അമ്മു ഏട്ടൻ എന്തെത്ര നേരം വൈകിയേ? അമ്മു എത്ര നേരമായിന്ന് അറിയോ കാത്തിരിക്കണേ? അത് കുറച്ച് പണികളുണ്ടായിരുന്നു തീർക്കാൻ. അപ്പൊ വീട് സാധനങ്ങളൊന്നും മേടിച്ചില്ല അല്ലേ? അതൊന്നും മേടിച്ചില്ല, നീ വന്നേ. ശില്പികൾ കൊണ്ടു കൊടുത്തപ്പോഴോ അമ്മിഞ്ഞ നൽകമ്മേ എന്നങ്ങു ചൊല്ലിക്ക്. കഴിഞ്ഞില്ലേ? ഒന്ന് തുറക്കേട്ടാ, ഒന്ന് വേഗം തുറക്കേട്ടാ, ഒന്ന് തുറക്കേട്ടാ. എന്താ ഉണ്ടായേ? എന്താടി എന്താ കാര്യം? നീ അവരോട് പോയി പറഞ്ഞ? പുറത്തെ ബൈക്കാരെ കൊണ്ടുവച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഏട്ടനാന്ന്. നിങ്ങളൊന്ന് വാ തുറന്ന് പറ, നിങ്ങൾ ആരെയും കൊന്നിച്ച് വന്നേക്കണേ? എന്റെ മോൾക്ക് അച്ഛനില്ലാണ്ടായിരുന്നു ഈശ്വരന്മാര്.
എന്താ സാറുമാരെ എന്റെ ഭർത്താവ് ചെയ്ത കുറ്റം? പറഞ്ഞോക്കടാ അവർക്ക്. ഞാനല്പം മദ്യപിച്ചു. ഞാനല്പം മദ്യപിച്ചു അത്രേ. വലിയൊരു ബൈക്ക് റേസിംഗ് കഴിഞ്ഞിട്ടാ ഇന്ന് ഇവനോട് വീട്ടിലേക്ക് വന്നിരിക്കുന്നേ. ബാറിൽ നിന്ന് മദ്യം കഴിച്ചിറങ്ങിയപ്പോഴേ ഞങ്ങൾ കൈ കാണിച്ചു, ബൈക്ക് നിർത്തിയില്ലവൻ. പോലീസ് പിന്നിലുണ്ട് നടന്നപ്പോഴേ ഇവൻ പറപ്പിച്ചു പോണ പോക്ക് കാണണം. നിനക്ക് എന്തായാലും പറ്റി കഴിഞ്ഞു ഇവർ കാണുള്ളത്. ഈ കൊച്ചു കുട്ടിനെ ആലോചിച്ചോ നീയെ? തെറ്റി പറ്റിപ്പോയി സാർമാരെ. ഡാ അതെ, ഇത് കേരള പോലീസടാ. നീ പരിവാഹൻ എന്ന വെബ്സൈറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാ? നിന്റെ ബൈക്ക് നമ്പറിലടാ KLBR 2423. അത് തന്നെ എനിക്ക് ധാരാളം. MJ ജനീഷ്, സൺ ഓഫ് ജയരാജൻ, മംഗലത്ത് ഹൗസ്, വിവേകാനന്ദ നഗർ, വടൂക്കര PO, തൃശ്ശൂർ. ഇത്രയും പോരടാ. ഇത് ആദ്യമായിട്ടില്ല സാറുമാരെ, ഇപ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിച്ചൂടെ? ആണോടാ? ഇന്ന് ആദ്യമായിട്ടാണോ നീ കുടിച്ചു വന്നിരിക്കുന്നത്? ഇവനെ കുറെ നാളായി ഞങ്ങൾ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങളെ പോലുള്ള ഭാര്യമാരാ ഇവന്മാർക്ക് എഴുതരം. തെറ്റിനൊരിക്കലും സപ്പോർട്ട് ചെയ്യരുത് പെങ്ങളെ. എന്നെ കേസിൽ കൊടുക്കരുത് സാറേ. ചൂണ്ടയിട്ട് കാത്തിരിക്കുന്നത് ഞങ്ങൾ പോലീസുകാരല്ലടാ. അതാരാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിന്നെ പോലുള്ള വല്ല പരലും പള്ളത്തിയുമാ ആ ചൂണ്ടയിൽ കുടുങ്ങുന്ന വെച്ചാ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ബാക്കിയുള്ള കഥകളൊക്കെ സ്റ്റേഷനിൽ CA മുമ്പിച്ച് പറഞ്ഞാൽ മതി. നടക്കടാ, വാടാ. ഏട്ടനെ ജയിലിലിടോ സാറുമാരെ? ജയിലിലോ? അല്ല, ലോക്കപ്പിലിടോ? ലോക്കപ്പിലിടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കച്ചിട്ട് ഒപ്പിട്ടിട്ട് പോയാൽ മതി. അതെ, ഒരു 10,000 രൂപ കയ്യിൽ വെച്ചോട്ടാ. നിങ്ങൾ സ്ത്രീകൾ കൂടെ വരണമെന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്റെ കൂടെ വിട്ടാൽ മതി. വീട്ടില് വേറെ ആരുമില്ല സാറുമാരെ. എന്താടാ ചാടിച്ചോടുന്നാണോ? എന്നാ നിങ്ങളും കൂടെ പോതോ. എന്തായാലും വേഗം വേണട്ടോ. വീട്ടിൽ കാശിരിപ്പുണ്ടോ? ആഴ്ചപ്പതിക്കാരൻ്റെ മേടിച്ച കാശിരിപ്പുണ്ട്. വാടക കുടിച്ചൊക്കെ തീർക്കാനുള്ള കാശല്ലേ ഏട്ടാ അത്? വാടക കുടിച്ചാൽ പിന്നെ തീർക്കാം. നീ ആ കാശ് എടുത്തിട്ടുണ്ടോ? വാടോ. പ്രശാന്തേ, വണ്ടി ഇടില്ലേ? ജനീഷ് എഴുന്നേൽക്കടാ. നല്ല ബുദ്ധിമുട്ടുള്ള സാറെ കഴിയുന്നു. നിനക്ക് എന്താ ജോലി? പെയിന്റ് പണിയാ സാറേ. നിനക്ക് ഡെയിലി സ്മോൾ അടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ? ആ ബാറിൽ പതിക്കണ കാച്ച് സ്വരൂപിച്ച് വെച്ചാ നിനക്ക് നിന്റെ കുടുംബത്തിനും സുഖമായിട്ട് കഴിഞ്ഞൂറാ. ജനീഷേ, നീയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിൻ്റെ ഒരു പങ്കുകൊണ്ട് തന്നെയാ ഞങ്ങളെപ്പോലുള്ളവരും അരിമേടിച്ച് ജീവിക്കുന്നത്. ആ ഒരു കടപ്പാട് നിന്നോടും നിന്റെ കുടുംബത്തിനോടും ഞങ്ങൾ കൊണ്ടുവന്ന് കൂട്ടിക്കോ. നിനക്ക് മനസ്സിലായ ഞാൻ പറഞ്ഞത്? എവിടെ നിന്നെ ഞങ്ങളൊന്ന് വെറുതെ വിട്ടാലേ നീ നാളെ ഇത് തന്നെ ആവർത്തിക്കും. നീ കള്ളു കുടിച്ച് ഏതെങ്കിലും വണ്ടിയിൽ അടി പോയാലേ ഇവിറ്റങ്ങൾ വഴിയാധാരാവും. ഇന്നത്തെ സംഭവം നിനക്ക് എന്തായാലും ഓർമ്മയിലുണ്ടാവും. എന്നാ നടന്നോ? കണ്ടോടാ, നീ കാരണം നിന്റെ കുടുംബ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുന്നത്. നടക്ക് മോളെ. മോളെന്തായാലും വരണ്ട. ആ പൈസ ഇവൻ്റെ കയ്യിൽ കൊടുക്ക്. ഒപ്പിടാൻ വേറെ ആരെങ്കിലും സ്റ്റേഷനിലേക്ക് പറഞ്ഞു വെച്ചാൽ മതി. വരട്ടെ മോളെ, നടക്കടാ. Ha ha ha.